നമസ്കാരം, എല്ലാവർക്കും സ്വാഗതം ഫലദീപികയിലേക്ക്. ഇന്നത്തെ ജ്യോതിഷ വീഡിയോ മകരം രാശിയിൽ ജനിച്ച ഉത്രാടം, തിരുവോണം, അവിട്ടം നക്ഷത്രക്കാർക്കായി പ്രത്യേകം തയ്യാറാക്കിയതാണ്. 2026 ഫെബ്രുവരി മാസത്തെ മകരം രാശിക്കാരുടെ വളരെ പ്രധാനപ്പെട്ട 7 ജ്യോതിഷ പ്രവചനങ്ങളാണ് ഇന്നിവിടെ പറയുന്നത്. നിങ്ങളുടെ ആരോഗ്യം, വിദ്യാഭ്യാസം, പ്രണയം, ഭാഗ്യം, കരിയർ, ബിസിനസ്, വിവാഹ ജീവിതം എന്നിവയെല്ലാം ഇതിൽ ഉൾപ്പെട്ടിരിക്കുന്നു. ജ്യോതിഷത്തിൽ ഗ്രഹനില എന്ന് പറയുന്നത് ഓരോ മാസവും ഗ്രഹങ്ങൾ ആകാശത്തിലൂടെ സഞ്ചരിക്കുമ്പോൾ അവ നിങ്ങളുടെ രാശിയിൽ നിന്ന് എത്രാമത്തെ സ്ഥാനത്താണ് നിൽക്കുന്നത് എന്നതിനെയാണ്. ഇത് നിങ്ങളുടെ ജന്മരാശിയെ അടിസ്ഥാനമാക്കിയാണ് കണക്കാക്കുന്നത്. 2026 ഫെബ്രുവരിയിൽ മകരം രാശിക്കാരുടെ ഗ്രഹനില ഇനി പറയുന്ന രീതിയിലാണ്. നിങ്ങളുടെ ജന്മരാശിയിൽ തന്നെ സൂര്യൻ, ചൊവ്വ, ശുക്രൻ, ബുധൻ എന്നീ 4 പ്രധാന ഗ്രഹങ്ങൾ ഒരുമിച്ച് വരുന്നു. ഒരു രാശിയിൽ തന്നെ ഇത്രയും ഗ്രഹങ്ങൾ വരുന്നത് വളരെ അപൂർവമാണ്. ഇതിനെ ചതുർഗ്രഹയോഗം എന്ന് വിളിക്കുന്നു. സൂര്യനും ചൊവ്വയും നിങ്ങൾക്ക് നല്ല ആത്മവിശ്വാസവും ഊർജവും നൽകുമ്പോൾ ശുക്രനും ബുധനും നിങ്ങളുടെ സംസാരത്തിലും പെരുമാറ്റത്തിലും ആരെയും ആകർഷിക്കുവാനുള്ള കഴിവ് നൽകുന്നു. നിങ്ങളുടെ വ്യക്തിത്വത്തിൽ വലിയ മാറ്റങ്ങൾ പ്രകടമാകുന്ന സമയമാണിത്. 2ാം ഭാവത്തിൽ രാഹു സ്ഥിതി ചെയ്യുന്നു. ഈ ഭാവം നിങ്ങളുടെ സമ്പാദ്യം, കുടുംബം, സംസാരം എന്നിവയെയാണ് സൂചിപ്പിക്കുന്നത്. രാഹു ഇവിടെ നിൽക്കുന്നത് കൊണ്ട് സാമ്പത്തിക കാര്യങ്ങളിൽ പെട്ടെന്നുള്ള തീരുമാനങ്ങൾ എടുക്കുമ്പോൾ അല്പം ശ്രദ്ധിക്കുന്നത് നന്നായിരിക്കും. 3ാം ഭാവത്തിൽ നിങ്ങളുടെ രാശ്യാധിപനായ ശനി ഭഗവാൻ സ്ഥിതി ചെയ്യുന്നു. ശനി ഇവിടെ നിൽക്കുന്നത് നിങ്ങൾക്ക് ഏതൊരു പ്രതിസന്ധിയെയും നേരിടാനുള്ള മനക്കരുത്തും സ്ഥിരോത്സാഹവും നൽകുന്നു. 6ാം ഭാവത്തിൽ വ്യാഴം നിൽക്കുന്നു. ശത്രുക്കൾ, കടബാധ്യതകൾ, ആരോഗ്യ പ്രശ്നങ്ങൾ എന്നിവയെയാണ് 6ാം ഭാവം സൂചിപ്പിക്കുന്നത്. ഭാഗ്യഗ്രഹമായ വ്യാഴം ഇവിടെ നിൽക്കുന്നത് ഇത്തരം തടസ്സങ്ങളെ ബുദ്ധിപൂർവം മറികടക്കാൻ നിങ്ങളെ സഹായിക്കും. 8ാം ഭാവത്തിൽ കേതു നിൽക്കുന്നു. അപ്രതീക്ഷിതമായി സംഭവിക്കുന്ന കാര്യങ്ങളെയാണ് 8ാം ഭാവം സൂചിപ്പിക്കുന്നത്. കേതു ഇവിടെ നിൽക്കുന്നത് നിങ്ങളിൽ ആത്മീയമായ ചിന്തകൾ വളർത്താൻ കാരണമാകും. 2026 ഫെബ്രുവരി മാസത്തിൽ മകരം രാശിക്കാരുടെ ആരോഗ്യത്തെക്കുറിച്ച് പറയുമ്പോൾ വലിയ രീതിയിലുള്ള രോഗങ്ങളെപ്പറ്റി ഭയപ്പെടേണ്ട സാഹചര്യമില്ല. ശുക്രൻ, ബുധൻ എന്നീ ഗ്രഹങ്ങൾ നിങ്ങൾക്ക് അനുകൂലമായ സ്ഥാനങ്ങളിൽ നിൽക്കുന്നതിനാൽ അവർ നിങ്ങളുടെ ആരോഗ്യത്തെ ഒരു പരിധിവരെ സംരക്ഷിക്കും. എങ്കിലും നിങ്ങളുടെ ജന്മരാശിയിൽ തന്നെ നിൽക്കുന്ന മറ്റു ചില ഗ്രഹങ്ങളുടെ സ്വാധീനം മൂലം ഇനി പറയുന്ന ചെറിയ ആരോഗ്യ പ്രശ്നങ്ങൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഈ മാസത്തിൽ കണ്ണുകൾക്ക് അല്പം പ്രയാസം അനുഭവപ്പെട്ടേക്കാം. കണ്ണുകളുടെ ശുചിത്വത്തിൽ കൂടുതൽ ശ്രദ്ധ നൽകുകയും അമിതമായി ഫോണോ കമ്പ്യൂട്ടറോ ഉപയോഗിക്കുന്നത് ഒഴിവാക്കുകയും ചെയ്യണം. നിങ്ങളുടെ മുഖത്തെ ചർമ്മം സാധാരണയേക്കാൾ കൂടുതൽ വരളുന്നതായി നിങ്ങൾക്ക് തോന്നാം. ശരീരത്തിൽ ജലാംശം കുറയുന്നത് കൊണ്ടാകാം ഇങ്ങനെ സംഭവിക്കുന്നത്. ധാരാളം വെള്ളം കുടിക്കുന്നത് ഇതിന് ആശ്വാസം നൽകും. തലയ്ക്ക് വല്ലാതെ ചൂട് അനുഭവപ്പെടുന്നത് ഈ മാസത്തെ ഒരു പ്രത്യേകതയായിരിക്കും. ഈ ചൂട് കാരണം ഇടയ്ക്കിടെ തലവേദന വരാൻ സാധ്യതയുണ്ട്. നിങ്ങൾക്ക് നേരത്തെ തന്നെ മൈഗ്രെയിൻ സംബന്ധമായ അസുഖങ്ങളുണ്ടെങ്കിൽ ഈ മാസം വളരെയധികം ശ്രദ്ധിക്കണം. നിങ്ങളുടെ ജന്മരാശിയിൽ സൂര്യനും ചൊവ്വയും നിൽക്കുന്നത് കാരണമാണ് ഇതുപോലുള്ള പ്രശ്നങ്ങൾ കൂടുന്നത്. സൂര്യന്റെയും ചൊവ്വയുടെയും സ്വാധീനം നിങ്ങളെ പെട്ടെന്ന് ദേഷ്യം പിടിപ്പിക്കാനും മാനസിക സമ്മർദ്ദത്തിനും കാരണമാകും. എങ്കിലും ശനി ഭഗവാൻ 3ാം ഭാവത്തിൽ നിൽക്കുന്നത് നിങ്ങൾക്ക് വലിയൊരു ആശ്വാസമാണ്. ശനിയുടെ ഈ സ്ഥാനം വലിയ അപകടങ്ങളിൽ നിന്നോ കഠിനമായ രോഗങ്ങളിൽ നിന്നോ നിങ്ങളെ സംരക്ഷിക്കും. 2026 ഫെബ്രുവരി മാസം മകരം രാശിയിലുള്ള വിദ്യാർത്ഥികൾക്ക് പഠനകാര്യങ്ങളിൽ വളരെ മികച്ചതും ഗുണകരവുമായ സമയമാണ്. നിങ്ങളുടെ പഠന രീതിയിലും അറിവിലും വലിയ പുരോഗതി ഈ മാസം പ്രകടമാകും. മുൻപത്തെ അപേക്ഷിച്ച് സ്വന്തം കാര്യങ്ങളിൽ കൂടുതൽ ശ്രദ്ധ ചെലുത്താൻ നിങ്ങൾക്ക് സാധിക്കും. മറ്റൊരാൾ പറഞ്ഞു തരാതെ തന്നെ നിങ്ങളുടെ കടമകളും ലക്ഷ്യങ്ങളും എന്താണെന്ന് നിങ്ങൾ സ്വയം തിരിച്ചറിയും. പഠനത്തിൽ ഒരു പ്രത്യേക ഉന്മേഷം നിങ്ങൾക്ക് അനുഭവപ്പെടും. മടുപ്പില്ലാതെ കാര്യങ്ങൾ പഠിച്ചു തീർക്കാൻ ഈ പുതിയ ഊർജം നിങ്ങളെ സഹായിക്കും. കേവലം പുസ്തക വിജ്ഞാനം മാത്രമല്ല, ലോകകാര്യങ്ങളെക്കുറിച്ചുള്ള നിങ്ങളുടെ ധാരണയും പക്വതയും ഈ കാലയളവിൽ വർദ്ധിക്കും. പഴയ പഠന രീതികളിൽ നിന്ന് മാറി പുതിയ വിദ്യകൾ പരീക്ഷിക്കാൻ നിങ്ങൾ തയ്യാറാകും. ബുദ്ധിമുട്ടുള്ള വിഷയങ്ങൾ പോലും ലളിതമായി പഠിക്കുവാനുള്ള വഴികൾ
നിങ്ങൾ കണ്ടെത്തും. സർക്കാർ ജോലിക്കായുള്ള അപേക്ഷകൾക്കോ സർക്കാർ ജോലിക്കായുള്ള പരീക്ഷകൾക്കോ മറ്റേതെങ്കിലും വലിയ മത്സര പരീക്ഷകൾക്കോ തയ്യാറെടുക്കുന്നവരാണെങ്കിൽ ഈ മാസം നിങ്ങൾക്ക് ഏറെ അനുകൂലമാണ്. കഠിനാധ്വാനം ചെയ്താൽ മികച്ച വിജയം നേടാൻ ഇപ്പോഴത്തെ ഗ്രഹനില സഹായിക്കും. ചുരുക്കത്തിൽ വിദ്യാർത്ഥികൾക്ക് തങ്ങളുടെ കരിയറിലെ ഒരു പ്രധാന ചുവടുവെപ്പ് നടത്താൻ സാധിക്കുന്ന സമയമാണിത്. മകരം രാശിക്കാരുടെ പ്രണയ ജീവിതത്തിൽ 2026 ഫെബ്രുവരി മാസം വളരെ മനോഹരമായ മാറ്റങ്ങൾ കൊണ്ടുവരും. പ്രണയിക്കുന്നവർക്കും പുതിയ ബന്ധങ്ങളിലേക്ക് കടക്കാൻ ആഗ്രഹിക്കുന്നവർക്കും ഈ സമയം ഏറെ അനുകൂലമാണ്. ജ്യോതിഷത്തിൽ പ്രണയത്തിന്റെയും സന്തോഷത്തിന്റെയും ഗ്രഹമായാണ് ശുക്രനെ കണക്കാക്കുന്നത്. നിങ്ങളുടെ പ്രണയഭാവത്തിന്റെ അതായത് 5ാം ഭാവത്തിന്റെ അധിപനായ ശുക്രൻ ഈ മാസം നിങ്ങളുടെ ജന്മരാശിയിൽ തന്നെ നിൽക്കുന്നു. ഇതിനർത്ഥം പ്രണയം നിങ്ങളെ തേടി വരുമെന്നാണ്. നിങ്ങളുടെ പങ്കാളിക്ക് നിങ്ങളോടുള്ള സ്നേഹവും കരുതലും മുൻപത്തേക്കാൾ വർദ്ധിക്കാൻ ഇത് കാരണമാകും. നിങ്ങളുടെ വാക്കുകൾക്കും പ്രവൃത്തികൾക്കും പങ്കാളിയെ വേഗത്തിൽ സ്വാധീനിക്കാൻ സാധിക്കും. നിങ്ങൾ തമ്മിൽ എന്തെങ്കിലും പിണക്കങ്ങളോ അകൽച്ചകളോ ഉണ്ടായിരുന്നെങ്കിൽ അതൊക്കെ മാറി കൂടുതൽ അടുക്കുവാനുള്ള സാഹചര്യങ്ങൾ ഉണ്ടാകും. പരസ്പരമുള്ള വിശ്വാസം വർദ്ധിക്കുകയും ബന്ധം കൂടുതൽ ആഴമുള്ളതാവുകയും ചെയ്യും. ഒരുമിച്ച് സമയം ചെലവഴിക്കാനും യാത്രകൾ പോകാനും മനോഹരമായ നിമിഷങ്ങൾ പങ്കുവയ്ക്കുവാനും നിങ്ങൾക്ക് സാധിക്കും. നിങ്ങളുടെ പ്രണയബന്ധം കൂടുതൽ ദൃഢമാകുന്ന ഒരു കാലഘട്ടമാണിത്. 2026 ഫെബ്രുവരി മാസത്തിൽ മകരം രാശിക്കാരുടെ ദാമ്പത്യ ജീവിതത്തിൽ നല്ല കാര്യങ്ങളും അല്പം പ്രയാസങ്ങളും കലർന്ന ഒരു സാഹചര്യമാണ് കാണുന്നത്. പങ്കാളിയുമായുള്ള ബന്ധത്തിൽ ഈ മാസം ചില പ്രത്യേക മാറ്റങ്ങൾ ഉണ്ടായേക്കാം. ജ്യോതിഷപ്രകാരം നിങ്ങളുടെ ജന്മരാശിയിൽ നിൽക്കുന്ന ഗ്രഹങ്ങൾ 7ാം ഭാവത്തെയാണ് നോക്കുന്നത്. 7ാം ഭാവം എന്നത് നിങ്ങളുടെ പങ്കാളിയെയും വിവാഹ ജീവിതത്തെയും സൂചിപ്പിക്കുന്ന സ്ഥലമാണ്. അതുകൊണ്ട് തന്നെ ഈ ഗ്രഹങ്ങളുടെ സ്വാധീനം നിങ്ങളുടെ പങ്കാളിയുടെ സ്വഭാവത്തിൽ പ്രകടമാകും. അതായത് അവരുടെ മനസ്സെപ്പോഴും ഒരുപോലെയായിരിക്കില്ല. ചില സമയങ്ങളിൽ പങ്കാളി നിങ്ങളോട് വളരെ സ്നേഹത്തോടെയും സന്തോഷത്തോടെയും പെരുമാറും. എന്നാൽ പെട്ടെന്ന് തന്നെ ചെറിയ കാര്യങ്ങൾക്ക് പോലും ദേഷ്യപ്പെടാനോ വഴക്കുണ്ടാക്കാനോ സാധ്യതയുണ്ട്. ഒരു കാരണവുമില്ലാതെ മനസ്സ് മാറുന്ന ഈ അവസ്ഥയെയാണ് മൂഡ് സ്വിങ്സ് എന്ന് പറയുന്നത്. ഫെബ്രുവരി മാസത്തിന്റെ പകുതി വരെ, അതായത് ഫെബ്രുവരി 14-15 തീയതികൾ വരെ ഇത്തരത്തിലുള്ള സ്വഭാവ മാറ്റങ്ങൾ കൂടുതലായി കണ്ടേക്കാം. ഈ ദിവസങ്ങളിൽ പങ്കാളിയുമായി അനാവശ്യ തർക്കങ്ങളിൽ ഏർപ്പെടാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. ചുരുക്കത്തിൽ പങ്കാളിയുടെ മാനസികാവസ്ഥ മനസ്സിലാക്കി പെരുമാറേണ്ട ഒരു സമയമാണിത്. ഫെബ്രുവരി പകുതിക്ക് ശേഷം ബന്ധത്തിൽ കൂടുതൽ അടുപ്പവും സമാധാനവും തിരികെ വരും. ഫെബ്രുവരി മാസം മകരം രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം ഭാഗ്യം വാരിക്കോരി ലഭിക്കുന്ന ഒരു സമയമാണ്. ജീവിതത്തിന്റെ വിവിധ മേഖലകളിൽ ഈ ഭാഗ്യം എങ്ങനെയൊക്കെ പ്രതിഫലിക്കുമെന്ന് നോക്കാം. ജ്യോതിഷപ്രകാരം നിങ്ങളുടെ ഭാഗ്യത്തെ നിയന്ത്രിക്കുന്ന ഗ്രഹമായ ബുധൻ സുഖസൗകര്യങ്ങളുടെ ഗ്രഹമായ ശുക്രനോടൊപ്പം നിങ്ങളുടെ ജന്മരാശിയിൽ തന്നെ നിലകൊള്ളുന്നു. ഇത് വളരെ അപൂർവവും ഗുണകരവുമായ ഒരു അവസ്ഥയാണ്. ഇതിനർത്ഥം നിങ്ങൾ തൊടുന്നതെല്ലാം പൊന്നാകുന്ന ഒരു സമയമെന്നാണ്. പുതിയൊരു സംരംഭം തുടങ്ങാനോ നിലവിലുള്ള ജോലിയിൽ എന്തെങ്കിലും മാറ്റം വരുത്താനോ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഈ മാസം ഏറ്റവും മികച്ചതാണ്. ജോലി സംബന്ധമായ പ്രധാനപ്പെട്ട മീറ്റിങ്ങുകൾ, ദൂരയാത്രകൾ എന്നിവയിൽ നിന്ന് പോലും വലിയ നേട്ടങ്ങൾ നിങ്ങളെ തേടിയെത്തും. ഭാഗ്യം നിങ്ങളെ ഓരോ ചുവടിലും സഹായിക്കും. ഓഫീസിലോ ജോലി സ്ഥലത്തോ പുതിയ ഉത്തരവാദിത്തങ്ങൾ നിങ്ങളെ തേടിയെത്തും. നിങ്ങളെ ഏൽപ്പിക്കുന്ന ജോലികൾ വൃത്തിയായും കൃത്യമായും ചെയ്തു തീർക്കുന്നതിനാൽ മേലധികാരികളുടെ അഭിനന്ദനങ്ങൾ നിങ്ങളെ തേടിയെത്തും. ഇത് നിങ്ങളുടെ കരിയറിൽ വലിയൊരു സ്ഥാനക്കയറ്റത്തിനോ അംഗീകാരത്തിനോ വഴിയൊരുക്കും. കഠിനാധ്വാനം ചെയ്യുന്നതിലുപരി ബുദ്ധിപൂർവം എങ്ങനെ ജോലി ചെയ്യാം എന്നതിലായിരിക്കും നിങ്ങളുടെ ശ്രദ്ധ. ബുദ്ധിശക്തിയും കാര്യങ്ങൾ പെട്ടെന്ന് ഗ്രഹിക്കുവാനുള്ള കഴിവും ഈ മാസം വർദ്ധിക്കും. അതിനാൽ തന്നെ കുറഞ്ഞ സമയം കൊണ്ട് വലിയ കാര്യങ്ങൾ ചെയ്തു തീർക്കുവാൻ നിങ്ങൾക്ക് സാധിക്കും. നിലവിൽ ജോലിയില്ലാത്തവർക്കോ അല്ലെങ്കിൽ ജോലി മാറാൻ ആഗ്രഹിക്കുന്നവർക്കോ ഈ ഫെബ്രുവരി മാസം വലിയ മാറ്റങ്ങൾ നൽകും. നിങ്ങൾ പ്രതീക്ഷിച്ചതിനേക്കാൾ നല്ല തൊഴിലവസരങ്ങൾ ലഭിക്കാൻ വലിയ സാധ്യതയുണ്ട്. ബിസിനസ് ചെയ്യുന്നവർക്ക് ഇത് ലാഭത്തിന്റെ സമയമാണ്. നിങ്ങളുടെ സംസാര രീതിയിൽ ഒരു പ്രത്യേക ആകർഷണീയത അനുഭവപ്പെടും. ആളുകളെ സംസാരിച്ച് സ്വാധീനിക്കാനും
നിങ്ങളുടെ ബിസിനസ്സിലേക്ക് ആകർഷിക്കാനും നിങ്ങൾക്ക് എളുപ്പത്തിൽ സാധിക്കും. ചുരുക്കത്തിൽ ഭാഗ്യവും കഴിവും ഒത്തുചേർന്ന ഈ മാസം മകരം രാശിക്കാർക്ക് കരിയറിൽ സുവർണകാലമായിരിക്കും. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. കൂടുതൽ ജ്യോതിഷ കാര്യങ്ങൾ അറിയുന്നതിനായി ഫലദീപിക സബ്സ്ക്രൈബ് ചെയ്യുക. എല്ലാവർക്കും നന്മകളുണ്ടാവട്ടെ. ഹരി ഓം.